രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ മുൻപെങ്ങും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിലുള്ള സംഭവങ്ങളാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഏതാണ്ട് 150ഓളം വിവിധങ്ങളായിട്ടുള്ള പരീക്ഷകളിൽ ഉണ്ടായിട്ടുള്ള പേപ്പർ ലീക്ക്, അതുമൂലം രാജ്യത്ത് വിദ്യാർത്ഥി സമൂഹവും മാതാപിതാക്കളും ഒക്കെ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ഏകദേശം 100ഓളം അടുത്ത് വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഈ പേപ്പർ ലീക്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യത്ത് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ 2025 മാത്രം ഏകദേശം 20ലധികം ആളുകൾ ആത്മഹത്യയുണ്ടായി. 2026 12ഓളം ആളുകൾ വിദ്യാർത്ഥികൾ ആത്മഹത്യയുണ്ടായി. ഏറ്റവും ഒടുവിൽ നമുക്ക് ഈ വർഷത്തെ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്ന വിഷയങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിലുണ്ട്. ആ കേസുകളൊക്കെ അന്വേഷണത്തിൽ ചെന്ന് നിൽക്കുന്നത് BJPയുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരിലാണ് എത്തി നിൽക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ പേപ്പർ ലീക്കുകൾ ഉണ്ടാവുകയും കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുകയും ചെയ്തെങ്കിൽ പോലും ഒരു കേസിൽ പോലും ഒരാളെ പോലും ഇതുവരെ കൺവിക്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഈ പേപ്പർ ലീക്ക് നടത്തുന്ന ഈ മാഫിയയെ യഥേഷ്ടം പ്രവർത്തിക്കുവാനായിട്ടുള്ള ഒരു അവസരം അവർക്ക് ഒരുക്കി കൊടുക്കുകയാണ്. ഇത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി രൂപീകൃതമായതിനു ശേഷം നടന്നിരിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ പരീക്ഷകളിലും ഇത്തരത്തിലുള്ള ലീക്കുകൾ ഒരു തവണയല്ല ആവർത്തിച്ച് ലീക്കുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴും വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോകുമ്പോഴുമൊക്കെ കേന്ദ്ര സർക്കാർ ഇത് നോക്കുകുത്തിയായി നിൽക്കുന്നുവെന്ന് മാത്രമല്ല, ഈ ഏജൻസികൾക്കും അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ക്രിമിനൽ മാഫിയ സംഘത്തിനുമൊക്കെ എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായിട്ടുള്ള വലിയൊരു പ്രക്ഷോഭമാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ധർമ്മേന്ദ്ര പ്രധാൻ, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി, HRD മിനിസ്റ്റർ രാജിവെക്കണമെന്നുള്ള ആവശ്യം അത് തികച്ചും ന്യായമായിട്ടുള്ളതാണ്. ഇത്രയധികം പേപ്പർ ലീക്കുകൾ ഉണ്ടായതിൻ്റെ ഉത്തരവാദിത്വം അത് കേന്ദ്ര സർക്കാരിനുണ്ട്, വകുപ്പിനുണ്ട്. അതുകൊണ്ട് തന്നെ മന്ത്രി രാജിവെക്കണമെന്നുള്ള ആവശ്യം, അതുപോലെ തന്നെ ഈ വിഷയത്തിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം നടക്കണമെന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം നടക്കുന്നത്. ഈ സമരത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയുണ്ട്. ശ്രീ രാഹുൽ ഗാന്ധിയുടെയൊക്കെ നേതൃത്വത്തിൽ ഡൽഹിയിൽ പാർലമെൻറ്റ് അംഗങ്ങളും പ്രതിപക്ഷവും നടത്തുന്ന ആ സമരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമരത്തെ മൃഗീയമായിട്ട് പോലീസിനെ ഉപയോഗിച്ച് നേരിടുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. ഒരു കാര്യം കൂടി പറയാം, ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ തന്നെ ഇത് സംബന്ധിച്ച് ഒരു പ്രമേയം രാജ്യത്ത് ആദ്യമായിട്ട് ഒരു നിയമസഭയിൽ പാസ്സാക്കിയത് അത് കേരള നിയമസഭയാണ്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രമേയം തന്നെ പാസ്സാക്കിയുണ്ടായി. ഞങ്ങളൊക്കെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത് സംബന്ധിച്ച് സമരങ്ങൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ, പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിലൊക്കെ സമരങ്ങൾ നടക്കുന്നു. ആ സമരങ്ങളുടെയൊക്കെ ഭാഗമായിട്ടാണ് എല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് രാജ്യത്തെ വിദ്യാർത്ഥികളുടെ, രാജ്യത്തിൻ്റെ ഭാവിയെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഇതിൽ നീതി ലഭിക്കുന്നതുവരെ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകും. എനിക്ക് ചില വ്യക്തിപരമായിട്ടുള്ള ചില കാരണങ്ങൾ കൊണ്ടാണ് ഈ ദിവസങ്ങളിൽ എനിക്ക് പോകാൻ സാധിക്കായിരുന്നത്. ഞാൻ തീർച്ചയായിട്ടും ഡൽഹിയിൽ പോകുന്നതാണ്. ഞാനിത് സംബന്ധിച്ച് ഇപ്പോൾ ഈ വിഷയം, ഇപ്പോൾ ഡൽഹിയിൽ ഈ സമരം നടക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞല്ലോ, രാജ്യത്തെമ്പാടും ഇത് സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി തന്നെ ഈ വിഷയം ഏറ്റെടുത്തിരുന്നു. അതും പ്രകാരം ചെന്നൈയിലൊക്കെ പോയി ഇത് സംബന്ധിച്ചിട്ടുള്ള പത്രസമ്മേളനമൊക്കെ ഞാൻ തന്നെ നേരിട്ട് പോയി നടത്തിയത് ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഡൽഹിയിൽ ഉൾപ്പെടെ ഞങ്ങൾ ഈ സമരങ്ങളുടെയൊക്കെ ഭാഗമാകുന്നതാണ്. അല്ല, ഇത് വിഷയം അവിടെ നിലനിൽക്കുകയാണല്ലോ. നമ്മൾ വിഷയത്തിൻ്റെ ഗൗരവം കണ്ടുകൊണ്ടാണ് എല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നമ്മുടെ ഡിമാൻഡുകളുണ്ട്. ആ ഡിമാൻഡുകൾ അംഗീകരിക്കപ്പെടുന്നത് വരെ സമരവുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നിലവിലെ തീരുമാനം. ഓക്കെ, താങ്ക് യു. അതായത് ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല രൂപീകൃതമായപ്പോൾ അന്ന് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് മറ്റ് സർവകലാശാലകളിലുള്ള ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകൾ നിർത്തലാക്കിയത്. അപ്പോൾ അന്ന് തന്നെ അതിനെ സംബന്ധിച്ച ആശങ്കകളൊക്കെ ഉയർന്നിരുന്നു. ഞങ്ങൾ ഉൾപ്പെടെ നിയമസഭയിൽ അത് ഉന്നയിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിയമനിർമ്മാണത്തിലൂടെയാണ് അത് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി അത് തിരികെ കൊണ്ടുവരാനായിട്ട് ആവശ്യമായിട്ടുള്ള നിയമ ഭേദഗതികൾ വേണ്ടിവരും. അത് സർക്കാർ കൂടിയാലോചിച്ച് അതിനകത്ത് ഉചിതമായിട്ടുള്ള തീരുമാനമെടുക്കും. ഇത്തരം നമ്മൾ പ്രവേശന പരീക്ഷകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ഇപ്പോൾ LBSലായാലും നമ്മുടെ എൻട്രൻസ് കമ്മീഷണറേറ്റിൽ നടത്തുന്ന പരീക്ഷകളായാലും നമ്മൾ ഏത് പരീക്ഷകളായാലും ഇത്തരം കാര്യങ്ങളിലൊക്കെയുള്ള കുറേ സങ്കീർണതകളുണ്ട്.
ഇതിനെല്ലാം കുറെ കൂടി സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ആക്കി മാറ്റുക, വിദ്യാർത്ഥി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് സർക്കാർ പോകുന്നത്. അപ്പോൾ നിലവിലുള്ള ഈ വർഷം നടന്നിരിക്കുന്ന പരീക്ഷകളൊക്കെ നിലവിലുള്ള സംവിധാനങ്ങൾ അനുസരിച്ച് തന്നെ അതേ രീതിയിൽ തന്നെ തുടർന്ന് വന്നതാണ്. ഇപ്പോൾ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതല്ലേ ഉള്ളൂ. നമ്മൾ ഇത്തരം പരീക്ഷകളൊക്കെ കുറെ കൂടി വിദ്യാർത്ഥി സൗഹൃദമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പോൾ LBSൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ കീമിൻ്റെ കാര്യത്തിലായാലും KMATൻ്റെ കാര്യത്തിലായാലും ഒക്കെ അത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ എല്ലാവരുമായി കൂടി ആലോചിച്ച് അത് നടത്തുന്നതാണ്. ബഡ്ജറ്റിൽ ഉണ്ടായിരിക്കുന്ന ഒരു പ്രഖ്യാപനമാണ്. കാരണം കേരളത്തിലെ സാങ്കേതിക സർവകലാശാല രൂപീകൃതമായിട്ട് ഇത്രയും വർഷമായിട്ടും ഇതുവരെ ആ സർവകലാശാലയ്ക്ക് ആവശ്യമായിട്ടുള്ള യാതൊരു സൗകര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുവാനായിട്ട് ഈ 10 വർഷക്കാലം ഗവൺമെൻറ്റിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സാങ്കേതിക സർവകലാശാല പലതരത്തിലുള്ള പോരായ്മകൾ നേരിടുന്നുണ്ട്. റാങ്കിങ്ങിൽ ഉൾപ്പെടെ സർവകലാശാലയ്ക്ക് തിരിച്ചടികൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിനെ പരിഹരിക്കുക, അതുപോലെ തന്നെ CET-യുടെ കാര്യത്തിലും ഉൾപ്പെടെ നമുക്ക് ഇതിനെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യം തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാർ പ്രഖ്യാപിച്ചത് CET-നെ സർവകലാശാലയുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് കോളേജ് ആക്കുക എന്നുള്ളത്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു കാലത്ത് CET ഒരു കാലത്ത് അത് സർവകലാശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒരു രീതിയിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. എന്തായാലും ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഒരു കാര്യം ഞാൻ വ്യക്തമാക്കുന്നു, ഇക്കാര്യത്തിൽ ഗവൺമെൻറ് എല്ലാവരുമായി കൂടിയാലോചിച്ചു. അത് CET-യുമായും CET-യിലുള്ള മുഴുവൻ ആളുകളും, അവിടുത്തെ വിദ്യാർത്ഥി സമൂഹം, അധ്യാപകർ, അനധ്യാപകർ, CET-യുമായി ബന്ധപ്പെട്ട എല്ലാ വിഭാഗം ആളുകളുമായി കൂടിയാലോചിച്ച് ചർച്ചകൾ നടത്തി അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള ഒരു സംവിധാനത്തിലൂടെ മാത്രമായിരിക്കും നമ്മൾ മുന്നോട്ട് പോവുക. എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞതിനകത്തെല്ലാം ഉണ്ട്. നമ്മൾ ഇതിനകത്ത് ഒരു തരത്തിലുള്ള പിടിവാശിയോടുകൂടി അല്ലെങ്കിൽ മുൻവിധിയോടുകൂടിയിട്ടല്ല നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഇത് നമുക്ക് സർവകലാശാലയും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, CET-യും നമുക്ക് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ CET-യുമായും സർവകലാശാലയുമായും ഗവൺമെൻറ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിഭാഗം ആളുകളുമായിട്ട് കൂടിയാലോചിച്ച് ചർച്ചകൾ നടത്തി എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ട് നമ്മൾ അതിനകത്തൊരു സമവായം ഉണ്ടാക്കി മാത്രമേ നമ്മൾ മുന്നോട്ട് പോവുകയുള്ളൂ. നമ്മൾ ഇത് സർവകലാശാലയുടെ പരീക്ഷാ ഷെഡ്യൂള്, അതിന് സർവകലാശാല പരീക്ഷാ കൺട്രോളറുണ്ട്, അവരുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ വിവിധ സർവകലാശാലകൾ, അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള പരീക്ഷകൾ, ഓരോ ഏജൻസികളുടെ പരീക്ഷകളൊക്കെ വരുന്നുണ്ട്. നമ്മളത് പരമാവധി ക്ലാഷ് വരാതിരിക്കാനായിട്ടുള്ള ഒരു ഷെഡ്യൂള് ഉണ്ടാവുന്നതാണ് അഭികാമ്യം. അത് സർവകലാശാലയുമായി ബന്ധപ്പെട്ടിട്ട് അതിനകത്ത് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് ആലോചിക്കാം. താങ്ക്